ഹായ്. ഇന്ന് നമുക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ നമ്മുടെ തലച്ചോറിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നോക്കാം. അൽഷേമേഴ്സ് ഈ ലോകത്ത് വളരെയധികം കൂടി വരുന്നുണ്ട്. അതുപോലെ കോഗ്നിറ്റീവ് ഏജിങ്, നമ്മുടെ തലച്ചോറിനുണ്ടാവുന്ന ഓർമ്മക്കുറവ് ഈ ഒരു തലമുറയിൽ, അതുപോലെ തന്നെ നമുക്ക് തൊട്ട് മുമ്പിലുള്ള തലമുറയിലും വളരെയധികം കൂടി വരുന്നുണ്ട് ഓരോ വർഷവും. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ തലച്ചോറിനെ സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് വളരെ എളുപ്പം കിട്ടുന്ന ഒരു വൈറ്റമിനാണ് സൂര്യപ്രകാശത്തിൽ നിന്ന്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ തടയാൻ പറ്റും. മനുഷ്യ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ തടയുവാൻ വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാനിവിടെ പറയുന്നത് വൈറ്റമിൻ ഡി നമ്മുടെ തലച്ചോറിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മാത്രമാണ്. നമ്മുടെ നെർവ്സ്, നമ്മുടെ തലച്ചോറിലെ നാഡികൾ, അതായത് ന്യൂറോൺസിനെ എല്ലാം ശക്തിപ്പെടുത്തുവാനും പ്രൊട്ടക്റ്റ് ചെയ്യുവാനും വൈറ്റമിൻ ഡി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോണിൻ്റെ വളർച്ചയ്ക്കും. അതുപോലെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവ നമ്മുടെ മെമ്മറി, നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ വളരെയധികം നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് ഹിപ്പോ ക്യാമ്പസ്. അപ്പോൾ ഹിപ്പോ ക്യാമ്പസിൻ്റെ വലിപ്പത്തിനും അതിൻ്റെ വോള്യത്തിനും ഒക്കെ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ ചിന്താശക്തി, നമുക്ക് കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് വൈറ്റമിൻ ഡിയും കൂടെ ചേർത്താണ്. വൈറ്റമിൻ ഡി മാത്രം പോരാ, തലച്ചോറിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സ് വേണം, അതുപോലെ വൈറ്റമിൻ B6 വേണം. പക്ഷേ വൈറ്റമിൻ ഡിയുടെ ഒരു സാന്നിധ്യം ബാക്കിയുള്ള ഘടകങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, അൽഷേമേഴ്സ് തടയുവാൻ വൈറ്റമിൻ ഡി സഹായിക്കുന്നു. കാരണം അൽഷേമേഴ്സ് ഉണ്ടാവുന്നത് നമുക്കറിയാം പല ഫ്രീ റാഡിക്കൽ മെക്കാനിസം, ജീൻസും അതൊക്കെ കൂടാതെ നമുക്ക് തലച്ചോറിൽ ടോ പ്രോട്ടീനും അതുപോലെ അമൈലോയിഡ് പ്ലേക്സ് എന്ന പ്രോട്ടീനും അടിഞ്ഞു കൂടുമ്പോഴാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ വൈറ്റമിൻ ഡിയെ പറ്റി പറയുമ്പോൾ വൈറ്റമിൻ ഡി ഇത്തരം പ്ലേക്കുകൾ തലച്ചോറിൽ അടിഞ്ഞു കൂടുന്നത് ഇല്ലാതാക്കുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അൽഷേമേഴ്സ് തടയാൻ മാത്രമല്ല, പാർക്കിൻസൺസ് ഡിസീസ് തടയുവാനും എല്ലാവിധ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് തടയുവാനും വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത് കുട്ടികളിലെ എംബ്രിയോളജിക്കൽ സ്റ്റേറ്റ്, അമ്മയുടെ വയറ്റിൽ ഗർഭസ്ഥ അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് കുട്ടികളിലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അമ്മ വൈറ്റമിൻ ഡി വളരെ നന്നായിട്ട് എടുത്താൽ മാത്രമേ കുട്ടികളിലെ പല ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സും തടയാൻ സാധിക്കുകയുള്ളൂ. ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ തടയുവാൻ വൈറ്റമിൻ ഡി നിർബന്ധമായിട്ടും അമ്മയ്ക്ക് കിട്ടണം. അപ്പോൾ വെയിൽ കൊള്ളുന്നത് കൂടാതെ ഒരു മുട്ട ഡെയിലി അമ്മ കഴിക്കണം. അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഗർഭിണികൾ, പ്രഗ്നന്റ് വിമൻ തീർച്ചയായിട്ടും ഒരു മുട്ട നിർബന്ധമായിട്ടും കഴിക്കണം. 1 or 2 കഴിക്കണം. കാരണം അവയിൽ എഗ് യോക്കിൽ വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ, കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാവിധ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന്, നമ്മുടെ മൂഡ് ഡിസോർഡേഴ്സ് ഇല്ലാതിരിക്കാൻ, നമ്മുടെ മൂഡ് നിർണ്ണയിക്കുന്നതിൽ, നമ്മുടെ ഒരു മാനസിക അവസ്ഥ നിർണ്ണയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഡോപ്പമൈൻ, ബ്രെയിനിൽ നിന്ന് ഡോപ്പമൈൻ, സെറോട്ടോണിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കുവാനും വൈറ്റമിൻ ഡി വേണം. ഈ ഒരു വൈറ്റമിൻ ഡി മാത്രമല്ല നമുക്കതിന് വേണ്ടത്, ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമാണ്. അതിൽ ഒന്നാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അറിയാം. നമ്മൾ കുറേ നാൾ മഴയത്ത് ഇങ്ങനെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം, ക്ലൗഡി സ്കൈ ഒക്കെ ആണെങ്കിൽ, നമ്മൾ വെയിൽ കൊള്ളുന്നില്ലെങ്കിൽ, നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നില്ലെങ്കിൽ, അതായത് നമുക്ക് ഭക്ഷണത്തിൽ കൂടെ പോലും നമുക്ക് വൈറ്റമിൻ ഡി എത്തുന്നില്ലെങ്കിൽ നമ്മുടെ മൂഡ് ജനറലി ഒരു ലോ മൂഡായിരിക്കും. നമുക്ക് ആങ്സൈറ്റിയും ചെറിയ തോതിൽ വിഷാദവും ഒക്കെ വരാം. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് ഇത്തിരി കാർമേഘം ആവൃതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ അവർക്ക് ഒരു എനർജി തോന്നുന്നില്ല, ഒരു വിഷാദം അനുഭവപ്പെടുന്നു എന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. സൂര്യപ്രകാശമേറ്റാൽ വൈറ്റമിൻ ഡി കിട്ടും. വൈറ്റമിൻ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറോട്ടോണിനും അതുപോലെ തന്നെ ഡോപ്പമൈനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഈ 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ മൂഡ് നിർണ്ണയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളുടെ മാനസികാവസ്ഥ. അപ്പോൾ ഇത് കുറഞ്ഞു പോയാൽ ആങ്സൈറ്റിയും ഡിപ്രഷനും വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, കുട്ടികളിലും വലിയ ആൾക്കാരിലും ഉള്ള ഡെവലപ്മെൻറ്റ്, അതുപോലെ ബ്രെയിനിലെ ടോക്സിൻസ് കളഞ്ഞ് അൽഷേമേഴ്സിൽ നിന്ന് നമ്മുടെ ബ്രെയിനിനെ സംരക്ഷിക്കൽ, മൂന്നാമത് നമ്മുടെ മൂഡ് നിർണ്ണയിക്കൽ, നമ്മുടെ ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ ഒഴിവാക്കണമെങ്കിൽ, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.